ഞാൻ ചോദിക്കുകയാ, കഴിഞ്ഞ വിശുദ്ധ റമളാനിൽ അതോ അതിനു മുമ്പോ അതിനു ശേഷമോ എപ്പോഴെങ്കിലും ഒരിക്കൽ ബദ്രീങ്ങൾ എങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രയധികം സ്മരിക്കപ്പെടുന്നവരായി തീർന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കേട്ട് കാണും, ബദ്രീങ്ങൾ ബദർ യുദ്ധത്തിൽ സൃഷ്ടിച്ച ഉജ്ജ്വലമായ വിജയം, നേടിയെടുത്ത ഉജ്ജ്വലമായ വിജയം. 16 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് പിടിച്ച് ക്ഷീണിച്ചവർ 16 ദിവസം തുടർച്ചയായി നോമ്പ് പിടിച്ചു എന്ന് പറയുമ്പോൾ ആ വർഷത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് വിശുദ്ധ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയത്. വിശുദ്ധ റമളാനിൽ അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയ ഹിജ്റയുടെ 2ാം വർഷമായ ആ വർഷത്തിലാണ്, ആ കൊല്ലമാണ് സഹാബാക്കൾ ആദ്യമായിട്ട് നോമ്പ് നോക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഒരു നോമ്പ് നോറ്റിട്ടില്ല. അതും തുടർച്ചയായി 16 ദിവസം. എന്താ അവരുടെ ഭക്ഷണം? ബഹുമാനപ്പെട്ട സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമളാൻ മാസത്തിൽ അവർ 16 ദിവസം തുടർച്ചയായി നോമ്പ് നോറ്റത് ഒരു കീറ് കാരയ്ക്ക, വേറൊന്നും കഴിക്കാനില്ല. എന്നിട്ട് പിന്നെ അത്താഴം വരെ ഒന്നുമില്ല. അത്താഴത്തിന്, ഇടയത്താഴത്തിന് ഒരു ഗ്ലാസ് വെള്ളം, കിട്ടിയാൽ ഒരു ഗ്ലാസ് പാല്, ഇതല്ലാതെ വേറൊന്നുമില്ല. ഈ അവസ്ഥയിലാണ് അവർ നോമ്പ് നോക്കുന്നത്. അങ്ങനെ 16 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന് 16 ദിവസം കൊണ്ട് ക്ഷീണിച്ചവശരായി ഒരു കീറ കാരയ്ക്ക കൊണ്ട് നോമ്പ് മുറിച്ച് വീണ്ടും രാത്രി മൊത്തം ഒന്നും കഴിക്കാനില്ലാതെ കഷ്ടപ്പെട്ട് അത്താഴത്തിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വീണ്ടും നോമ്പ് നോറ്റ് ക്ഷീണിച്ചവശരായി തളർന്ന അവരുടെ മുന്നിലതാ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയില്, ആശ്രയമില്ലാതെ നിവർന്നു നിൽക്കൽ പോലും ബുദ്ധിമുട്ടായ അവസ്ഥയിൽ വിശുദ്ധ റമളാന്റെ 16ാമത്തെ ദിവസം അങ്ങോട്ട് കഴിയാനായപ്പോൾ അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാവുകയാണ്. സത്യത്തിനു വേണ്ടി, ധർമ്മത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി, അല്ലാഹുവിന് വേണ്ടി, പ്രവാചകന് വേണ്ടി പോരാടാൻ അവർ തീരുമാനിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വന്നു. മഹാനായ പ്രവാചകൻ ആ വിധി ഓതി കേൾപ്പിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന സഹാബാക്കളുടെ മുന്നില് അവരോട് പറഞ്ഞു, നമ്മൾ പറന്നു വീണ നാട്ടിൽ ആദർശ പ്രബോധനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ കുഫാറുകൾ നമ്മളെ ആട്ടിപ്പായിച്ചു. പറന്നു വീണ നാട്ടിൽ ജീവിക്കാൻ നമ്മെ അനുവദിച്ചില്ല. അവസാനം അവിടെ നിന്ന് നമുക്ക് ഓടിപ്പോരേണ്ടി വന്നു. നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചിട്ടും ഇവിടെയും സ്വസ്ഥമായി ആദർശ പ്രബോധനം നടത്താൻ നമ്മെ അനുവദിക്കുന്നില്ല. ഇത് നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ, നമുക്ക് പോരാടുക തന്നെ. നാം അങ്ങിലി പരിമിതമല്ലേ റസൂലേ, നമുക്ക് ആയുധമില്ലല്ലോ റസൂലേ, നമുക്ക് ഭക്ഷണമില്ലല്ലോ റസൂലേ, നമ്മൾ ബുദ്ധിമുട്ടി പോകില്ലേ റസൂലേ? ഇതൊന്നും ചോദിച്ചുകൊണ്ട് സ്വഹാബാക്കള് മഹാനായ പ്രവാചകന്റെ തീരുമാനത്തിന്റെ, റബ്ബിന്റെ വിധിക്ക് മുന്നില് എതിരഭിപ്രായം പറയാൻ തയ്യാറായില്ല. അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവരോട് വാക്ക് കൊടുക്കുന്ന, ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ എക്കാലവും യുദ്ധത്തോടെ നമുക്കും നമ്മുടെ സമൂഹത്തിലും ജീവിക്കാൻ കഴിയും. അതല്ല, ഈ പോരാട്ടത്തിലെങ്ങാനും നിങ്ങൾ രക്തസാക്ഷികളായാൽ അടിവാരത്തുകൂടി അരുവിയൊഴുകുന്ന ആരാപത്തിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് കടക്കുവാൻ കഴിയും. രണ്ടായാലും ലാഭം തന്നെ കേട്ടോ. അതുകൊണ്ട് പുറകോട്ട് പോകണ്ട, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകന്റെ നേതൃത്വത്തിൽ അവർ രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാ. പക്ഷേ അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ പരിചകളില്ല, അവർക്ക് കൊഴുത്തുപടിച്ച ഒട്ടകങ്ങളില്ല, കുതിരകളില്ല. ഏതാനും തുരുമ്പിച്ച വാളുകളും ഏതാനും മെലിഞ്ഞ ഒട്ടകങ്ങളും 16 ദിവസം പട്ടിണി നിന്ന തളർന്ന ശരീരവുമായിട്ട് അവർ യുദ്ധം നയിക്കാൻ പോകാനൊരുങ്ങുമ്പോൾ മറുഭാഗത്തെ അവസ്ഥ എന്താ? ആയിരക്കണക്കിന് ശത്രുക്കൾ പടയെടുത്തുകൊണ്ട് വരികയാ. അവരുടെ കയ്യിൽ കൊഴുത്തുപടിച്ച ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്. എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധം നടത്തുന്നതിന് ആവശ്യമായ ആയുധങ്ങളുണ്ട്. എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധത്തിനായി തങ്ങിയാൽ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. എല്ലാമായിട്ട് അവരതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹുങ്കാരം മുഴക്കി പടയെടുത്തു വരികയാ. പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാര് മക്കളെ യുദ്ധത്തിന്റെ അങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നൃത്തം ചവിട്ടി പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാരുണ്ട്, പാട്ടുപാടിക്കൊടുക്കാൻ മക്കളുണ്ട്. എല്ലാവരുമായി തഥാ കുടുംബസഹിതം വരികയാ മദീനയിലേക്ക്. രണാങ്കണത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ്. ആയിരക്കണക്കിന് ശത്രുക്കൾ ഇങ്ങനെ നിരന്നു കഴിഞ്ഞപ്പോൾ മദീനയിലെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ഈ ശത്രുക്കളെല്ലാം അവരുടെ ആയുധങ്ങളും വാഹനങ്ങളുമായി തയ്യാറായപ്പോ